الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم أن تقول نفس يا حسرة على ما فرطت في جنب الله وإن كنت لمن الساخرين أو تقول لو أن الله هداني لكنت من المتقين أو تقول حين ترى العذاب لو أن لي كرة فأكون من المحسنين ബഹുമാന്യരായ സഹോദരങ്ങളെ, പ്രിയങ്കരരായ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം പാലിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഴിവിന്റെ പരമാവധി പിന്തുടർന്ന് മാതൃകായോഗ്യരായ മുസ്ലിങ്ങളായി മുഅ്മിനുകളായി ജീവിച്ച് മരിച്ച് കുടുംബസമേതം സ്വർഗപ്രവേശനം നേടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ സൂറത്ത് സുമറിലെ ചില വചനങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. റമദാൻ അതിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ നമ്മളിൽ ഉണ്ടാവേണ്ടുന്ന ചില ബേജാറുകൾ ഈ ആയത്ത് നമ്മളെ ബോധ്യപ്പെടുത്തും. ഇനി 4 or 5 പകലുകളാണുള്ളത്. ഇൻഷാ അല്ലാഹ് ജീവിച്ചിരിക്കുന്നവർക്ക് 3 or 4 രാവുകളും 24, 25 രാവുകളും 25ാമത്തെ പകലിന്റെ പകുതിയും കഴിഞ്ഞു പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്, വത്തബിഉ, നിങ്ങൾ പിന്തുടരണം, അഹ്സന മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബ്
നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്ന വേദഗ്രന്ഥത്തിലെ നിയമനിർദ്ദേശങ്ങൾ, അതാണ് നിങ്ങളുടെ പരലോക വിജയത്തിന് ഏറ്റവും ഗുണകരമായത് എന്ന തിരിച്ചറിവോടുകൂടി വതബിഉ അഹ്സന മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങൾ അവ പിന്തുടരണം. മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു ബഗ്ത, നിലച്ചിരിക്കാത്ത സമയത്ത് ആപത്ത് കടന്നു വരുന്നതിന് മുമ്പ് ലഭ്യമായ അവസരം, ആയുസ്, ആരോഗ്യം, അറിവ്, സമയം, സമ്പത്ത് എന്നിവ കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി നന്മകൾ നമ്മൾ ചെയ്യണം. എന്തിനാന്ന് ചോദിച്ചാൽ അന്തുല്ലാ തശഊറൂൻ, എപ്പോഴാണ് ആപത്ത് വരിക എന്ന് നിങ്ങൾക്കറിയില്ല. അങ്ങനെ ഒരു ആപത്ത് വന്നാൽ പിന്നീട് നമ്മുടെ കർമ്മശേഷി ഇല്ലാതെയാകും. ഇപ്പോൾ ലഭ്യമായതുപോലുള്ള ഒരു അവസരം ഇനി കിട്ടിയില്ല എന്നും വരാം. അങ്ങനെ വന്നാൽ നമ്മുടെ പാരത്രിക ലോകത്തിന്റെ തകർച്ചയ്ക്ക് അത് എങ്ങാനും കാരണമായാൽ അള്ളാഹുവിന്റെ മുമ്പിൽ മഹ്ശറിൽ വിചാരണ സമയത്ത് അത്തരക്കാർ നടത്തേണ്ടി വരുന്ന നിലവിളികൾ, ഒന്നാമത്തത് അൻ തഖൂല നഫ്സുൻ യാ ഹസ്റതാ അലാ മാ ഫറത്തു ഫീ ജംബില്ലാഹ്, എന്തോ ഒരു സങ്കടമായി പോയി. അന്തകൂല നഫ്സുൻ, ഒരാളും പറയാതിരിക്കാൻ വേണ്ടിയാണ്. യാ ഹസ്റത, എന്തോ ഒരു കഷ്ടം, എന്തോ ഒരു സങ്കടം, ഒരു അവസരം കിട്ടിയിട്ട് അലാമാ ഫറത്തു ഫീ ജംബില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ, അള്ളാന്റെ വഴിക്ക്, അള്ളാന്റെ ഭാഗത്ത് നിന്ന് അള്ളാഹ്ക്കു വേണ്ടി കർമ്മം ചെയ്യാൻ ഒരു സമയം കിട്ടിയപ്പോ അത് ഉപയോഗപ്പെടുത്തിയില്ലല്ലോ എന്ന് നമ്മൾ സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടി വത്തബിഉ മാ അഹ്സന ഇലൈക്കും വത്തബിഉ മാ അഹ്സന മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും അൻ തഖൂല നഫ്സുൻ യാ ഹസ്റത അലാ മാ ഫറത്തു ഫീ ജംബില്ലാഹി വ ഇൻ കുൻതു ലമിനസ് സാഖിരീൻ. ഇതൊക്കെ കേട്ടിട്ടും പടച്ചോനെ അതിനെ നിസ്സാരമാക്കി പരിഹസിച്ച് ചിരിച്ച് കളിയാക്കി കഴിഞ്ഞുകൂടിയ എനിക്ക് നഷ്ടപ്പെട്ട ആ അവസരം പടച്ചവനെ ഞാനൊന്ന് മര്യാദക്ക് വിനിയോഗിച്ചിരുന്നുവെങ്കിൽ എന്ന് മനുഷ്യരെ നിങ്ങൾ നിലവിളിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അല്ലെങ്കിലോ ഔ തഖൂല നഫ്സുൻ ഔ തഖൂല ലൗ അന്നല്ലാഹ ഹദാനി ലകുന്തു മിനൽ മുത്തഖീൻ, പടച്ചോൻ എനിക്ക് ഹിദായത്ത് തന്നിരുന്നെങ്കിൽ ഞാൻ നന്നാകുമായിരുന്നല്ലോ എന്ന് പറയാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഞാൻ തരൂല. അതിനുള്ള അവസരമാണ് വന്നു കിട്ടിയിട്ടുള്ളത്, അതാണ് കടന്നു പോകുന്നത്. ഔ തഖൂല, നിങ്ങൾ പറയാനിടയുണ്ട് ലൗ അന്നല്ലാഹ ഹദാനി, അള്ളാഹു എനിക്കൊരു നല്ല മാർഗം കാണിച്ച് തന്നിരുന്നെങ്കിൽ ലകുന്തു മിനൽ മുത്തഖീൻ, ഞാൻ മുത്തഖിയാകുമായിരുന്നല്ലോ എന്ന്. സുബ്ഹാനല്ലാഹ്, 25 പകലുകൾ, 25 രാവുകൾ, 3 ഒറ്റയിട്ട രാവുകൾ കഴിഞ്ഞു പോയിട്ട് നമ്മൾ ഇന്നോ നാളെയോ മരണപ്പെട്ടാൽ ഇങ്ങനെ ഒരു നിലവിളി നമ്മളിൽ നിന്നുണ്ടാവേണ്ടി വരുമെങ്കിൽ പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയും പറഞ്ഞേക്കാം, ഔ തഖൂല ഹീന തറൽ അദാബ ലൗ അന്നലി കറത്തൻ ഫഅകൂന മിനൽ മുഹ്സിനീൻ, പടച്ചവനെ ഒരവസരം കൂടെ ലൗ അന്നലി കറത്തൻ, പടച്ചോനെ എനിക്ക് ഒരു അവസരം കൂടി കിട്ടിയിരുന്നെങ്കിൽ ഫഅകൂന മിനൽ മുഹ്സിനീൻ, ഞാൻ ഒന്നുകൂടി നന്നായി ജീവിച്ചു കൊള്ളാം എന്ന് നിങ്ങൾ അന്ന് അവിടെ വെച്ച് നിലവിളിക്കാതിരിക്കാനാണ് ബലാ ഖദ് ജാഅതക ആയാതീന ഈ ആയത്തുകൾ അവസാനിപ്പിക്കുക അല്ലാഹു. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരമില്ല. ഖദ് ജാഅതക ആയാതി, എന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ആയത്തുകളും ഒക്കെ നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ച് ജീവിക്കാനുള്ള സമയവും സന്ദർഭവും സാഹചര്യവും ആരോഗ്യവും പിന്നെ അറിവും കഴിവും ബുദ്ധിശക്തിയും അതും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ മക്കളെ, അതിനൊന്നും നിങ്ങൾ വില വെച്ചില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം ഉണ്ടായത്. വസ്തക്ബർത,
ആരാതൊക്കെ ചോദിക്കാറെന്ന് നിങ്ങൾ ആഗ്രഹിച്ച് അവസാനത്തെ 10 വന്നാൽ മക്കളുടെ പ്രിയപ്പെട്ട അമ്മവാപ്പന്മാർ ഉൾപ്പെടെയുള്ളവർ അവസാനത്തെ 10 അങ്ങാടി തെണ്ടി നടക്കുന്ന സ്വഭാവത്തിലേക്ക് മുസ്ലിം ഉമ്മത്ത് മാറിപ്പോയി എന്നുള്ളത് രാവും പകലും ഒരുപോലെ പരിശുദ്ധ റമദാനിന്റെ ഏറ്റവും പുണ്യകരമായ ആ ദിവസങ്ങൾ അതിന്റെ രാവും പകലും ടെക്സ്റ്റൈൽസുകൾ കയറി ഇറങ്ങാൻ അല്ലേ 30 നോമ്പ് ബാക്കി ഉണ്ടായിട്ട് 20 എണ്ണം കഴിഞ്ഞു പോയിട്ട് നോമ്പ് വരുമെന്ന് അറിയാമായിരുന്നിട്ട് പെരുന്നാളിന്റെ പുത്തൻകുപ്പായം തുണി എടുക്കണമെന്ന് അറിയാമായിരുന്നിട്ട് കാത്തിരുന്ന് ഇനി അവസാനത്തെ 29ാമത്തെ രാവിലെ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് നേരം വെളുക്കുന്നത് വരെ ബാർബർ ഷോപ്പിന്റെ മുമ്പ് പോയിരിക്കുന്നതിന്റെ പ്രിയപ്പെട്ട മക്കളോടാണ് പറഞ്ഞാ മനസ്സിലാവൂലായിരുന്നു അല്ലേ? ആരോടാണ്? വകുന്തമിനൽ കാഫിരീൻ, എന്തിനേയും നിഷേധിക്കാനുള്ള മനസ്സുള്ളവനായിരുന്നു നിങ്ങള്. അതാണ് നിങ്ങൾക്ക് പറ്റിയത്ത പരിപ്പേന അബദ്ധം. അതുകൊണ്ട് അങ്ങനെ ഒരു അവസരം, അങ്ങനെ ഒരു ദുരന്തമില്ലാതിരിക്കാൻ വത്തബിഊ റബ്ബ് തന്ന ഈ ഒരു അവസരം അതിന്റെ പരമാവധി വിനിയോഗിക്കാൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, കാര്യം ഇങ്ങനെ വ്യക്തമായി പറയേണ്ടി വരുന്നത് അത് അവസാനത്തിലേക്ക് വെച്ചാൽ അത് ബോധ്യപ്പെടില്ല, മനസ്സിലുണ്ടാവില്ല എന്ന് വെച്ചാണ്. നമ്മള് സത്യത്തില് കഴിഞ്ഞ 10-25 ദിനരാത്രങ്ങളായി നമ്മളെ ശരിയായ നമ്മൾ ആരാണ് എന്ന് തിരിച്ചറിഞ്ഞവരാണ് അല്ലേ? ശഅബാൻ വരെയുള്ള നമ്മളല്ല ഇപ്പോൾ നമ്മൾ. ഇപ്പോഴാണ് നമ്മളായത് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല മുസ്ലിങ്ങളായത്, നല്ല മുഅ്മിനീങ്ങളായത്, മുത്തഖികളായത് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളൂ. അതെങ്ങനെയാണ് ബോധ്യപ്പെട്ടത്? ഇപ്പോഴത്തെ നമ്മളെയാണ് ഖുർആൻ പറഞ്ഞത്. അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബതൻ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിതുൻ വഫറഉഹാ ഫിസ്സമാഅ തുഅതി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇذن റബ്ബിഹാ വയദ്രിബുല്ലാഹുൽ അംതാല ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ. നല്ല വിശ്വാസി മുഅ്മിനായ നല്ല മനുഷ്യൻ അവനൊരു നല്ല മരം പോലെയായിരിക്കും. ആ മരത്തിന്റെ എല്ലാ നിലയിലുമുള്ള ഉപകാരങ്ങൾ ആ മരത്തിനോട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന എല്ലാവർക്കും ഏത് സമയത്തും ചോദിക്കാതെ തന്നെ കണ്ടറിഞ്ഞ് എത്തിച്ചു കൊടുക്കുന്നവനാണ് ആ മരം. അതാണ് റമദാനിലെ മുസ്ലിം. അപ്പോഴാണ് നമ്മൾ ഇതാണ് ശരിയായ ദീന്, ശരിയായ ഇസ്ലാം, ശരിയായ നിലപാട്, ശരിയായ വിശ്വാസം, ശരിയായ ആദർശം, ശരിയായ ജീവിതം എന്ന് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുകയുണ്ടായിട്ടുണ്ട്. അതിന്റെ ഫലമായി നമ്മളിൽ ഉണ്ടായിരുന്ന സകലമാന ദുസ്വഭാവങ്ങളെയും ബലമായി നിർബന്ധമായി മനഃപൂർവ്വം അടിച്ചമർത്തി ഒതുക്കി വെക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റമദാനിന്റെ ആദ്യം പറയണമെന്ന് പലരും വിചാരിച്ചിരുന്ന ആ സംഗതി എന്താണ്? ഇദാ ജാ റമദാനു ഫുത്തിഹത് അബ്വാബുൽ ജന്ന. റമദാൻ വന്നാൽ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടും. നമ്മുടെ മനസ്സിലാ തുറക്കുക. നമ്മുടെ മനസ്സ് സ്വർഗ കവാടങ്ങളായി മാറിയിരിക്കുന്നു. സ്വർഗപ്രവേശനത്തിന് അർഹതപ്പെടുന്ന അതിയോഗ്യതയുള്ള നിലയിലേക്ക് നമ്മുടെ മനസ്സ് മാറിയിരിക്കുന്നു. അബ്വാബുൽ ജന്ന, നരകത്തിലേക്ക് പോകാനിടയുണ്ടായിരുന്ന സകല വാതിലുകളും നമ്മൾ മനഃപൂർവ്വം കൊട്ടിയടച്ചിരിക്കുന്നു. നമ്മളിൽ ആധിപത്യം ഉണ്ടായിരുന്ന പൈശാചികതയെ നമ്മൾ എന്നേക്കുമായി ചെങ്ങലക്കിട്ട് ബന്ധിച്ച് 10-25 ദിവസങ്ങൾ കടന്നുപോയിരിക്കുന്നു. ചുരുക്കത്തിൽ നമ്മൾ മനസ്സ് വെച്ചാൽ നമ്മുടെ മനസ്സിനെ സ്വർഗീയ ലോകത്തിന്റെ അനുഭൂതിയിലേക്കും നമ്മുടെ മനസ്സിനെ നരകത്തിൽ എന്നേക്കുമായി കൊട്ടിയടക്കാനും പൈശാചികതയെ ചെങ്ങലക്കിടാനും നമുക്ക് സാധിക്കുമെന്ന് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. നന്മകൾ കൊണ്ട് മനഃപൂർവ്വം നമ്മൾ നന്മകൾ ഇങ്ങനെ അവസരമുണ്ടോ, എവിടെയാണ്, എന്താണ്, ആർക്കാണ് ബുദ്ധിമുട്ടുള്ളത്, കഷ്ടപ്പാടുള്ളത്, രോഗമുള്ളത്, ആർക്കൊക്കെയാണ് പെരുന്നാളിന് വസ്ത്രം എടുക്കാൻ കാശില്ലാത്തത്, ഡ്രസ്സില്ലാത്തത്, ആർക്കൊക്കെയാണ് കടം കൊണ്ട് വരയുന്നത്, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നത്, അവിടെയൊക്കെ കണ്ടുപിടിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു. എത്ര ഖുർആൻ ഓതാൻ പറ്റുമോ അത്ര ഓതി, ദിക്ർ ചൊല്ലാൻ പറ്റുമോ ചൊല്ലി, പ്രാർത്ഥിക്കാൻ പറ്റുമോ, എന്തൊക്കെ നന്മകൾ ചെയ്യാൻ പറ്റുമോ മനഃപൂർവ്വം അതിനു വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തി.
അഥവാ വന്നുപോയ ഓരോ ചെറിയതും വലുതുമായ വീഴ്ചകളെ ഇസ്തിഗ്ഫാർ കൊണ്ട് കഴുകിക്കളഞ്ഞു നമ്മൾ, തൗബ കൊണ്ട് ഇസ്തിഗ്ഫാർ കൊണ്ട് കഴുകിക്കളഞ്ഞു നമ്മൾ. അതൊക്കെ ഫലമായി നമ്മുടെ മനസ്സ് ഇപ്പൊ എന്തോ ഒരു ശാന്ത നോക്കാൻ, എന്തോ ഒരു സമാധാനം നമുക്ക് നോക്കാണ്. നമ്മുടെ കണ്ണുകളിലൊക്കെ ഒരു ഈമാനിന്റെ കുളിർമ അങ്ങനെ അല്ലേ, പഴയ പോലെ ഒന്നും അല്ലല്ലോ, ഒക്കെ ഉണ്ടായി. ഇതൊക്കെയായിട്ടും ഭക്ഷണം ഒരുപാട് നിയന്ത്രിച്ചിട്ട് ഇപ്പൊ ഇവിടെ വന്നപ്പോ സംസാരിച്ചപ്പോ കിട്ടിയത് എന്താ അറിയോ? ഭക്ഷണം ഇല്ല. നോമ്പ് തുറക്കുമ്പോ ഇവിടുന്ന് വല്ല വെള്ളവും കുടിക്കും, രാവിലെ കുറച്ച് കട്ടൻ ചായ കുടിക്കും, പിന്നെ ഒന്നുമില്ല. തറാവി കഴിഞ്ഞ് വീട്ടിൽ പോയാൽ ഒരു പ്ലേറ്റ് കഞ്ഞി കുടിക്കും. അതാണ് ജീവിതം എന്നാണ്. അത്രയ്ക്ക് എല്ലാവരും ഭക്ഷണം വെക്കാൻ ഒഴിവാക്കിയിട്ടും നിയന്ത്രിച്ചും ഒതുക്കിയിട്ടും നമ്മുടെ ആരോഗ്യത്തിനൊരു കുഴപ്പമില്ല. എന്തു മാത്രമല്ല, നമ്മുടെ ശരീരം കൂടി ഒന്നുകൂടി നമ്മളോട് യോജിച്ച് ഒരു സുഖകരമായ അവസ്ഥയിലേക്ക് എത്തി. ചുരുക്കത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഈമാനി മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യ. 3 കാര്യങ്ങളിൽ ഒരാളിൽ ഒരുമിച്ച് നിന്നാൽ അയാൾക്ക് അയാളുടെ ഈമാനിനൊരു മധുരമുള്ളതായി അനുഭവപ്പെടും, ഈമാനിനൊരു ആസ്വാദ്യതയുള്ളതായി അനുഭവപ്പെടും. മൻ റളിയ ബില്ലാഹി റബ്ബൻ, റബ്ബ് പറയുന്നു ഞാൻ അനുസരിക്കുന്നു, എനിക്കത് ഇഷ്ടാ എന്നൊരാൾക്ക് തോന്നുക, അതല്ലേ ഇപ്പൊ നമ്മുടെ അവസ്ഥ. വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമാണ് ഏറ്റവും മെച്ചപ്പെട്ടത് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു പോയി. റമദാനിൽ ഒരു വിധത്തിലുള്ള മതപരമായ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. മനസ്സിന് സമാധാനം കിട്ടി, ഒരു സന്തോഷം കിട്ടി. വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ, എന്തൊക്കെയാണോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പാലിക്കാൻ പറഞ്ഞത് അതൊക്കെ പരമാവധി പാലിച്ചു അല്ലേ. അപ്പൊ നമുക്കൊരു ഗുണം കിട്ടി. മറ്റൊരു റിപ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ ഈമാനിനൊരു ഹൽവയുടെ മധുരമുണ്ടാകും. എവിടെ തൊട്ടാലും സന്തോഷം, എവിടെ തൊട്ടാലും മയം, എവിടെ കടിച്ചാലും മധുരം. ആ ഒരവസ്ഥയുണ്ടാകും ഈമാനിന്. 3 കാര്യങ്ങളുണ്ടെങ്കിൽ എന്താണ്? മൻ കാന അല്ലാഹു വറസൂലുഹു അഹബ്ബു ഇലൈഹി മിമ്മാ സിവാഹും, ഒരാള് മറ്റെന്തിനേക്കാളും അല്ലാഹുവിനെ റസൂലിനെയാണ് ഇഷ്ടപ്പെടുക. നമ്മളെ തന്നെയല്ലേ ഈ പറഞ്ഞ റമദാനില് നമ്മളെ അല്ലേ അല്ലാഹുവിനെ റസൂലിനെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് മറ്റെന്തിനേക്കാളും അയാൾ ആരെയെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പണ്ടുണ്ടായിരുന്ന എല്ലാ തെറ്റും കുറ്റവും അകൽച്ചയും ഒക്കെ മാറി എല്ലാവരോടും സ്നേഹമാണിപ്പോ. എന്താ കാരണം? അള്ളാന്റെ സ്നേഹം മുഖിച്ചിട്ടാ. അതാണ് കാരണം. നരകത്തിലേക്ക് ചാടുന്നത്, തീയിൽ ചാടുന്നതിനേക്കാൾ, കുഫറിലേക്ക് പോകുന്നത്, നരകത്തിൽ പോകുന്നതിനേക്കാൾ പേടിയാവുക, വെറുക്കുക. ഇത് 3ഉം ഒരാളിൽ ഒത്തുകൂടിയാൽ അയാളുടെ ഈമാൻ ഹൽവ മാരിയാവുന്ന. ഇപ്പത്തെ നമ്മുടെ ഈമാനിൽ ഈ ഒരു രൂപത്തിൽ നമ്മൾ എത്തിയല്ലോ അല്ലേ, എന്തുകൊണ്ടും സംതൃപ്തരാ. ചുരുക്കത്തിൽ ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹിയായ വ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആത്മാർത്ഥമായി സത്യമായി ജീവിതത്തിൽ നമുക്ക് പാലിക്കാനും പുലർത്താനും കഴിഞ്ഞ സമയമാണ് റമദാനിന്റെ ഇരവു പകലുകൾ. അല്ലെ നോക്കാണ്, എന്റെ നമസ്കാരമാവട്ടെ, എന്റെ മറ്റാരാധനകളാവട്ടെ, എന്റെ ജീവിതത്തിന്റെ ഏതു മേഖലകളാവട്ടെ, എന്റെ മരണമാവട്ടെ, അത് റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്, റബ്ബ് പറഞ്ഞതുപോലെയാണ്, റബ്ബിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് എന്ന് നമ്മളാണ്ട് തീരുമാനിച്ച് നടപ്പാക്കിയ കാലമാണത്. അതിന്റെ ഫലമായി ഇനി നമ്മൾ മുന്നോട്ടൊന്ന് നോക്കണം. നമ്മൾ മുന്നോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന സംഗതി എന്താ അറിയോ? സ്വർഗ കവാടങ്ങൾ 8 എണ്ണമുണ്ട് എന്നാണ്. ആ 8 എണ്ണത്തിൽ ഓരോന്നിന്റെ പേര് ഞാൻ പറയുമ്പോഴും നമുക്ക് തോന്നും നമുക്കത് അർഹതപ്പെട്ടതാണ്. ഒന്ന് ബാബു സ്വലാത്താണ്, നമസ്കാരക്കാർക്ക് പോകാനുള്ള വാതില. ഒരു സുന്നത്തായതോ ഫർളായതോ നിസ്കാരം നമ്മൾ ഈ റമദാനിൽ ഒഴിവാക്കിയിട്ടില്ലല്ലോ, പൂർണ്ണമാണ്. രണ്ടാമത്തത് ബാബുൽ ജിഹാദ, ദീനിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിലൊന്നും ഒരു കുറവും നമ്മൾ ഈ റമദാനിൽ വരുത്തിയിട്ടില്ല. മൂന്നാമത്തത് ബാബു റയ്യാന, നോമ്പുകാരന്റെ വാതില്. നാലാമത്തത് ബാബു സ്വതക്കയാണ്, ധർമ്മം കൊടുത്തവന്റെ സ്വതക്ക കൊടുത്തവന്റെ വാതില്. അഞ്ചാമത്തത് ബാബുൽ ഐമനാണ്,
അള്ളാനെ മാത്രം തവക്കുലാക്കി ജീവിക്കുന്ന മുവഹിദുകളായ ആളുകൾക്ക് അള്ളാഹു നൽകുന്ന പ്രവേശിക്കാൻ അനുവാദം കൊടുത്ത വാതിലാണ് ബാബുൽ ഐമൻ. ആറാമത്തത് ബാബു തൗബ. പടച്ചോനെ, അത് നമ്മളോളം ചെയ്ത ആരെങ്കിലും ഉണ്ടോ നോക്കാൻ ഓരോരുത്തർക്കും തോന്നിയില്ലേ ഞാനാണ് അത് ഏറ്റവും കൂടുതൽ ചെയ്തത്. മറ്റത് ബാബു സോബർ, ബാബുൽ ഖാലിമീനൽ ഗൈദ്, ക്ഷമയുടെ വാതിൽ, ക്ഷമാലുക്കൾക്കുള്ള വാതിൽ. മറ്റൊന്ന് ബാബുർ റാളീൻ, അള്ളാഹുവെ തൃപ്തിപ്പെട്ട് ജീവിച്ചവർക്കുള്ള വാതിൽ. ഈ 8 വാതിലുകളും ഇപ്പൊ നമ്മളാണ് മരിച്ചാൽ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ട് പ്രിയപ്പെട്ടവരെ. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള 2 മേഖല കൂടി ഒന്നെന്തറിയോ? നമ്മളുടെ ഒരു വിചാരണ നടക്കുന്നു. ആ വിചാരണ വേളയിൽ നമുക്ക് 2 തരത്തിലുള്ള അനുഭവങ്ങളാണ് ഖുർആൻ പറഞ്ഞുതരാ. ഒരു കൂട്ടർക്ക് പറയാനുള്ളത് കിതാബിയ, എല്ലാരും ഒന്നങ്ങോട്ട് വന്നാണ്, എന്റെ ജീവിത ഗ്രന്ഥം ഇതാ നിൽക്കുന്നു, ഇതെല്ലാരും കൂടെ ഒന്ന് വായിച്ചു നോക്കാൻ. ഒരു തെറ്റുമില്ല, ഒരു കുറ്റമില്ല, ഒരു കോട്ടമില്ല, ഒരു കുറവുമില്ല. കാരണം എന്തറിയോ? എനിക്ക് ഇങ്ങനെ ഒരു കണക്ക് പറയേണ്ടി വരുമെന്ന് നല്ല ബോധത്തോടു കൂടിയാണ് ഞാൻ ജീവിച്ചത് എന്ന് റമളാനിൽ അല്ലേ? ഈ കണക്ക് പറയേണ്ടി വരുന്നവരുടെ ജീവിതം എങ്ങനെയാണോ അതാണ് ഇപ്പോൾ നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ അവന്റെ പരലോകം, മരണാനന്തര ജീവിതം സംതൃപ്തമായ നിലയിലുള്ളതായിരിക്കും. ഫീ ജന്നത്തിൻ ആലിയ, അത്യുന്നതമായ സ്വർഗലോകത്തായിരിക്കും അവരുണ്ടാവുക. റമളാനാണ്ട് കഴിഞ്ഞിട്ട് ഒരു പക്ഷേ നമ്മളിൽ ചിലർക്കെങ്കിലും നേരിടേണ്ടി വരാനിടയുള്ള ഒരു വലിയ അപകടത്തെ കുറിച്ച് കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് പറയുക. ഒരു കൂട്ടർ പറയും, യാ ലൈതനി ലം ഊത കിതാബിയാ വലം അദ്രി മാ ഹിസാബിയാ യാ ലൈതഹാ കാനത്തിൽ ഖാലിയ. പടച്ചോനെ, ഈ ഗ്രന്ഥം കിട്ടാതിരുന്നാ മതിയായിരുന്നു, ഇങ്ങനെ ഒരു വിചാരണ ഇല്ലാതിരുന്നാ മതിയായിരുന്നു. പക്ഷേ സംഭവിച്ചു പോയല്ലോ, സ്വത്തും അതിലും ഒന്നും ഉപകാരപ്പെട്ടില്ലല്ലോ എന്ന് നിലവിളിക്കുന്ന ഒരവസ്ഥയിലേക്ക് റമളാൻ കഴിഞ്ഞാൽ നമ്മൾ മാറാനിടയുണ്ട് എന്നാണ് സൂറത്ത് സുമർ നമ്മളോട് പറഞ്ഞത്. സൂറത്ത് സുമർ നമ്മളോട് പറഞ്ഞത്, തഖൂല നഫ്സുൻ യാ ഹസ്രതാ അലാ മാ ഫറത്തു ഫീ ജംബില്ലാഹി വ ഇൻ കുന്തു ലമിന സാഖിരീൻ. അതൊക്കെ റമളാൻ ആയതുകൊണ്ട് അങ്ങനെയൊക്കെ പോയതല്ലേ, അതൊന്നും ഇപ്പൊ മരിക്കോളം കൊണ്ടടക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് വിചാരിച്ചിട്ട് ഒരു തിരിച്ചുപോക്കുണ്ടായാൽ നമ്മൾ നേരിടേണ്ടി വരുന്നത് വളരെ ഗുരുതരമായ സാഹചര്യമായിരിക്കുമെന്ന് മുഅ്മിനീങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ വെച്ചിട്ട് അള്ളാഹു നമുക്കൊരു അവസരം വകവെച്ചു തരികയില്ല. എന്ന നിലവിളി അവിടെ വിലപ്പോവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായിരുന്നു കാരണം എന്ന് ചോദിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത്, വമയ്യകുനി ശൈത്താനു ലഹു ഖരീനൻ ഫസാഅ ഖരീനാ എന്നാണ്. പിശാചിനെ ഇനി നിങ്ങൾ തിരിച്ചു വിളിച്ചാൽ, പ്രയോഗമല്ല നോക്കാൻ, ശൈത്താനെ ഇനി നിങ്ങൾ നിങ്ങളുടെ കൂട്ടാളിയായി തിരിച്ചു വിളിച്ചാൽ, ഇപ്പൊ ഇല്ല നമ്മളെ കൂടെ, ഫസാഅ ഖരീനാ, അത്ര ചീത്തയായ ഒരു കൂട്ടുകാരൻ വേറെയില്ല. ഹത്താ ഇദാ ജാഅനാ, അവരെ 2 പേരെയും പരലോകത്ത് വിചാരണ സമയത്ത് ഒരുമിച്ച് നിർത്തുമ്പോൾ ഈ കൂട്ടുകാരനായ നമ്മളെ പോലുള്ള അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഹതഭാഗ്യർ പറയും, യാ ലൈത ബൈനി വ ബൈനക ബഅദൽ മശ്രിഖൈൻ. ഓ ചങ്ങാതി, ശൈത്താനോടാ പറയണത്, ഓ ചങ്ങാതി, നീയും ഞാനും തമ്മിലുള്ള ദൂരം അത് കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള ദൂരം പോലെ ഒരു കാലത്തും അടുക്കാത്ത അത്രയും ആയിരുന്നുവെങ്കിൽ എന്ന് നിലവിളിക്കേണ്ടി വരും. ഫബിഇസൽ ഖരീൻ, അവൻ ചീത്തയാണ്. കാരണം ഇന്ന ശൈത്താന യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുങ്കർ, ഇപ്പൊ നിർത്തിവെച്ചതൊക്കെ തുടങ്ങാനുള്ള പ്രേരണ നൽകുന്നത് അവനാണ് എന്ന് മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം. അതോടൊപ്പം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയി സൂറത്ത് അൽ ഫുർഖാൻ പറയും, എന്തേ മുഹമ്മദ് നബിയെ അങ്ങയുടെ സമുദായം ഇങ്ങനെ അധപ്പതിക്കാൻ കാരണമെന്ന് ചോദിക്കുമ്പോൾ, ഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. അല്ലാഹുവേ,
ഇവർ റമദാൻ മാസത്തിൽ ഇതൊന്നും ഒഴിവായിരുന്നില്ല. പക്ഷെ റമദാൻ കഴിഞ്ഞപ്പോ ഇവർക്കത് വേണ്ടാതെ പോയി, ഇവരിതിനെ അവഗണിച്ചു. അതാണ് ഇവർക്ക് വന്ന തകരാറ് എന്ന്. അപ്പൊ മുഅ്മിനീങ്ങളെ, ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. നമ്മുടെ ഒരു ഓട്ടപ്പാച്ചിലിന്റെ അവസാന ലാപ്പിലാണുള്ളത്. ഒരു ഓട്ടക്കാരൻ അതിന്റെ അവസാന സമയത്താണ് ഏറ്റവും കൂടുതൽ വേഗതയിൽ ഉള്ള കഴിവ് മുഴുവൻ ഉപയോഗിച്ച് ഫിനിഷ് ലൈനിലേക്ക് ഓടുക എന്നതുപോലെ ഇനിയുള്ള എണ്ണിയാൽ തീർക്കാവുന്ന മണിക്കൂറുകളാണ് പരിശുദ്ധ റമദാനിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതിൽ തന്നെ നമ്മൾ ഇനി ബാക്കിയുണ്ടാകുന്നത് എത്ര മണിക്കൂറാണെന്ന് അല്ലാഹു അലം. ഈ കിട്ടിയ സമയം ഈ പറഞ്ഞ 8 കവാടങ്ങളും നമ്മുടെ മുമ്പിൽ തുറക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ, സകല നന്മകളും കുതിച്ചുപായാൻ അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദാരമതിയാകുമായിരുന്നു. അവസാനത്തെ 10 അവസാനിക്കുന്തോറും കൂടി 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 വരുമായിരുന്നു ഇബാദത്തുകൾ. അപ്പൊ അങ്ങാടി പോകാനുള്ളതൊക്കെ പെട്ടെന്നാക്കിയിട്ട് പോകാനുള്ളവര് പോകാതിരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആക്കിയിട്ട് ഇബാദത്തുകൾക്ക് വേണ്ടി ഒന്ന് മാറ്റിവെച്ച് നമ്മുടെ പരലോകം നമ്മൾ മാത്രമാണ് അത് നേടിയെടുക്കേണ്ടത്. അത് നരകമാണെങ്കിലും സ്വർഗമാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ എന്നാണ്. എന്താണെങ്കിലും അത് അവരുടെ കർമ്മഫലമാണ് എന്നാണ്. അപ്പൊ നമ്മൾ പണിയെടുത്താൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ഈ റമദാനിന്റെ അവസാന ദിവസങ്ങളെ അതുപ്രകാരം ക്രമീകരിക്കാൻ നമ്മൾ തയ്യാറാവുകയും ചെയ്യണം. അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാരിൽ 8 കവാടങ്ങളും തുറക്കപ്പെടുവാൻ പറ്റുന്ന വിശുദ്ധമായ ജീവിതം നയിക്കുന്നവരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ വഹബീബിനാ മുഹമ്മദിൽ അമീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വാനി തഖുല്ലാഹ വകൂനൂ ഇബാദല്ലാഹ്. ബഹുമാന്യരെ, പരിശുദ്ധ റമദാൻ വിട പറയുകയാണ്. ഇനി ഒരിക്കൽ കൂടി ഒരു റമദാനിൽ കൂടി ജീവിച്ചിരിക്കാനും ഒരുപാട് റമദാനുകളിൽ ഇനിയും പങ്കെടുക്കാനും റമദാനിന്റെ പുണ്യം ഒരുപാട് ഇനിയും കരസ്ഥമാക്കാനുമുള്ള ആയുസ്സും ആരോഗ്യവും ഈമാനും തഖ്വയും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, കർമ്മരംഗത്ത് നമ്മൾ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിൽ ഖുർആൻ നിരത്തുന്ന നമ്മളോടുള്ള ആവശ്യം സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന. നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് മാപ്പ് തരാൻ തയ്യാറാണ്. നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് സ്വർഗം നൽകാൻ തയ്യാറാണ്. അത് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ കുതിച്ചു പായുവീൻ. സാരിഉ, നിങ്ങൾ കുതിച്ചു പായുവീൻ. സൂറത്ത് ആല ഇമ്രാനിൽ അങ്ങനെയാണ് അള്ളാഹു പറയുക. സൂറത്ത് സാഫാത്തിൽ അള്ളാഹു പറയുക, ഇന്ന ഹാദാ ലഹുവൽ ഫൗസുൽ അളീം. സ്വർഗം ലഭിക്കുക എന്നതാണ് ഒരാൾക്ക് ലഭിക്കാനുള്ള ഏറ്റവും മഹത്തായ വിജയം. ലിമിത്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ. ആർക്കൊക്കെ പ്രവർത്തന ശേഷിയുണ്ടോ, കർമ്മശേഷിയുണ്ടോ, അവരവരുടെ കർമ്മശേഷികളെല്ലാം ഇത്തരമൊരു നേട്ടത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുമാറാവട്ടെ. സൂറത്ത് സാഫാത്ത്. കുറച്ചുകൂടാണ്ട് പോയിട്ട് സൂറത്ത് മുത്തഫിഫീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഖിതാബുഹു മിസ്ക്. അവിടെ പഠിക്കാനിരിക്കുന്ന പലതരം അനുഗ്രഹങ്ങളിൽ ഒന്ന് ഒരു കുടിവെള്ളമാണ്, പാനീയമാണ്. അതിന്റെ കപ്പ് പോലും സീൽ വെച്ചിരിക്കുന്നത് കസ്തൂരി കൊണ്ടായിരിക്കും. എന്നിട്ടുള്ള പറയും ഖിതാബുഹു മിസ്ക് വഫിദാലിക. അത്തരമൊരു അത്ഭുത ലോകത്തിന്റെ അനുഗ്രഹങ്ങളിലേക്ക് ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം മത്സരിക്കട്ടെ. സൂറത്ത് ഹദീദ് വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറച്ചുകൂടി കർത്തി പറയും, വസാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർളുഹാ കഅർളിസ് സമാഇ വൽ അർളി ഉഇദ്ദത് ലില്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി ദാലിക ഫളലുല്ലാഹ് യുതീഹി മൻ യശാ. ആ സ്വർഗ്ഗലഭ്യതയ്ക്ക് വേണ്ടി നിങ്ങൾ കുതിച്ചു പാഞ്ഞാൽ പോരാ, നിങ്ങൾ പണിയെടുത്താൽ പോരാ. മറ്റുള്ളവരെക്കാൾ മുൻപന്തിയിലാവണമെന്ന ദൃഢനിശ്ചയത്തോടെ വാശിയോടുകൂടി വസാബിഖൂ, നിങ്ങൾ മത്സരയോട്ടം നടത്തണം. ആ മത്സരയോട്ടത്തിന്റെ അവസാന മണിക്കൂറുകളിലാണ് നാം. അപ്പോ ഉമ്മയേക്കാൾ വാപ്പയാവണം എന്ന് വാശിയുണ്ടാവണം പരസ്പരം.
മക്കളെക്കാൾ ഞങ്ങളാവണമെന്ന് മാതാപിതാക്കൾക്കും തിരിച്ചു മക്കൾക്കും വാശിയുണ്ടാവണം. സഹോദരങ്ങൾക്ക് വാശിയുണ്ടാവണം. കുടുംബങ്ങൾക്ക് വാശിയുണ്ടാവണം. കൂട്ടുകാർക്ക് വാശിയുണ്ടാവണം. ഞാൻ ആദ്യം പള്ളിയിലെത്തും, ഞാൻ അവസാനം പള്ളിയിൽ ഇറങ്ങിപ്പോളൂ, ഒരു സെക്കൻഡ് ഞാൻ പാഴാക്കൂല എന്ന് തീരുമാനം ഉണ്ടാക്കാൻ കഴിയണം, മത്സരിക്കാൻ കഴിയണം. ഇബാദത്തുകൾക്ക് വേണ്ടി, ഖൈറാത്തുകൾക്ക് വേണ്ടി, അല്ലേ? വൽബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക തവാബൻ വഖൈറുൻ അമല. നല്ല പ്രതീക്ഷ വെച്ച് പുലർത്താൻ വല്ലതും കയ്യിലുണ്ടാവണം നന്മയായി. അതിനുവേണ്ടിയുള്ള ഒരു മത്സരപ്പാച്ചിൽ നടത്താൻ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ശ്രമിക്കണം. അള്ളാഹു കാത്ത് രക്ഷിക്കുമാർ, നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, 2-3 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് ബുധനാഴ്ച പെരുന്നാളായിരിക്കും. 29 നോമ്പാണ് കിട്ടാനുള്ള സാധ്യതകളുള്ളത്. ബുധനാഴ്ച പെരുന്നാളായിരിക്കും. ആണെങ്കിലും അല്ലെങ്കിലും എന്നാണോ ചെറിയ പെരുന്നാൾ, അത് 7 മണിക്കാണ് നമ്മുടെ പെരുന്നാൾ നമസ്കാരം ഉണ്ടാവുക. കോട്ടക്കുന്ന് പാർക്കിൽ മൈതാനിയിലാണ് നമസ്കാരം ഉണ്ടാവുക. അപ്പൊ 7 മണി എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാ കൊല്ലവും പറയുന്ന സംഗതി ഇപ്പോഴും പറയാനുള്ളത്, ഈ കൂട്ടത്തിൽ ഏറ്റവും ദൂരെ നിന്ന് വരേണ്ടവൻ ഞാനായിരിക്കും. പക്ഷെ പറയാനുള്ളത് അതല്ല. 7 മണിയുടെ ഈദ്ഗാഹിൽ 6:30 വന്നിരിക്കുന്ന വയസ്സായ സഹോദരിമാരും സഹോദരന്മാരുണ്ടാകും. അതിൽ മൂത്രവാർച്ചയുള്ളവരുണ്ടാകും. ഒന്ന് എഴുന്നേറ്റ് പോയാൽ മതി എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ടാകും. അവർക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ ഞാൻ ചെന്നാലേ ഇത് നടക്കുള്ളൂ എന്ന് ഞാൻ പോലും വിചാരിക്കാൻ പാടില്ല. ഞാനായിട്ട് മറ്റൊരാൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കൂല. ഞാൻ അവിടെ ഒരു 6:45 തന്നെ എത്തിയിട്ടുണ്ടാകുമെന്ന് നമ്മൾ തീരുമാനിക്കുക. 28 ദിവസവും 29 ദിവസവും രാത്രിയിൽ 4 മണിക്ക് എഴുന്നേറ്റവരാണ് നമ്മൾ. ആ അവസാനത്തെ ദിവസം കൂടി ആ 4 മണിക്കൊന്ന് എഴുന്നേറ്റ് സുബഹിന് മുമ്പേ നമ്മുടെ കുളിയും തേവാരവും ഒക്കെ കഴിഞ്ഞ് ചെറുതായിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു വേണം ഈദ്ഗാഹിലെത്താൻ. ചെറുതായിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് ഒരു 6:45 മുമ്പ് തന്നെ അവിടെ വുളുവോടുകൂടി എത്തിയിരിക്കും ഞങ്ങളെന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയണം. സ്വന്തമായി മുസല്ലകൾ കൊണ്ടുവരാൻ ശ്രമിക്കണം. ന്യൂസ് പേപ്പർ ഒരു കാരണവശാലും ശരിയായ ഒരു സാഹചര്യമല്ല. അവിടെ ഫോട്ടോയുണ്ടാകും, വാർത്തകളുണ്ടാകും, അശ്ലീലങ്ങളുണ്ടാകും. അതിലൊക്കെ നോക്കി ഇങ്ങനെ കയ്യും കെട്ടി നിന്നാൽ ചിലപ്പോൾ റമളാൻ ഈദ് നമസ്കാരം മാത്രമല്ല നോറ്റ നോമ്പും കൂടി പോവാനുള്ള ഒരു സാധ്യതയുണ്ടാകും. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് കമ്മിറ്റി അവിടെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടാകും. ഒന്നുകിൽ അതുകൊണ്ട് തൃപ്തിപ്പെടുക, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നിസ്കാരപ്പായോ മുസല്ലകളോ ഒക്കെ ആയിട്ട് വണ്ടിയിൽ വെച്ച് അതൊക്കെ റെഡിയായിട്ട് വരണം. ഒന്നു കൊടുക്കാനുള്ള ഓരോ കുപ്പി വെള്ളവും, ഒന്നു കൊടുക്കാനുള്ളതല്ലെങ്കിലും ഈ കൊടും ചൂടാണ്, കുടിക്കാനുള്ള വെള്ളവും എല്ലാവരും കരുതണം. ഒപ്പം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മുതൽ മുസല്ലയിൽ എത്തുന്നത് വരെ തക്ബീർ ചൊല്ലിക്കൊണ്ടേയിരിക്കുകയും വേണം. വീട്ടിൽ നിന്ന് ഈദ്ഗാഹിൽ എത്തുന്നത് വരെ തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുകയും വേണം. ഈദ്ഗാഹിലെത്തിയാൽ ഇമാമ് നമസ്കരിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് വരെ തക്ബീർ ചൊല്ലുക എന്നത് പ്രത്യേകം സുന്നത്തുമാണ്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. വരുന്ന വഴിയിലൂടെ തിരിച്ചു പോവാതെ മറ്റൊരു വഴിയുണ്ട് എങ്കിൽ അതാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. 7 മണി എന്നത് ഈ കൊടും ചൂടാണെന്ന് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. നമ്മുടെ വല്യമ്മമാരുണ്ടാകും, മുലകുടി പ്രായത്തിലുള്ള മക്കളുണ്ടാകും, മലർന്നു വീഴുന്ന പ്രസവിച്ച് 10-15 ദിവസം മാത്രം പ്രായമുള്ള കുട്ടികളെ മലർത്തിപ്പിടിച്ചു വരുന്ന ഉമ്മമാരുണ്ടാകും. അവരൊന്നും ഈ വെയിലത്ത് അധിക നേരം നമുക്ക് നിർത്താൻ കഴിയില്ല. അവർക്ക് വേണ്ടി നമ്മളെ ആരെയും കാത്തു നിൽക്കണമെന്ന് നമ്മൾ വിചാരിക്കുകയും ചെയ്യരുത്. 7 മണി എന്ന് പറഞ്ഞാൽ 6:59 കഴിഞ്ഞിട്ടുള്ള ആ ഒരു മിനിറ്റാണ് എന്ന് നമ്മളത് മനസ്സിലാക്കി വെക്കുക. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ആ കാര്യം നമുക്ക് നിർവഹിക്കേണ്ടതുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. രണ്ടാമത് ഫിത്ർ സക്കാത്ത് ഈ വിഷയത്തിൽ പറയേണ്ട ഒരു പ്രത്യേക കാര്യമാണ്. ഫിത്ർ സക്കാത്ത് നമ്മുടെ വീട്ടിൽ പെരുന്നാൾ ദിവസം ജീവിച്ചിരിക്കുന്ന അന്ന് ജനിച്ചു വീണ കുട്ടിയാണെങ്കിലും നമ്മുടെ വീട്ടിലെ വേലക്കാരാണെങ്കിലും ശരി, പെരുന്നാൾ ദിവസം നമ്മുടെ വീട്ടിൽ ആരൊക്കെയുണ്ടോ അവരുടെയൊക്കെയും ഫിത്റിന്റെ ഉത്തരവാദിത്തം വീട്ടുടമസ്ഥനാണ്. ഒരു സ്വാഴ് എന്നാണ് പറയുക. 2 കിലോയാണെന്നും 2.5 കിലോയാണെന്നും ഉള്ളതിനിടയിൽ 3-4 അഭിപ്രായങ്ങൾ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. അപ്പൊ 2.5 കിലോഗ്രാം വെച്ചിട്ട് കൊടുക്കാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാവേണ്ടത്. കുറഞ്ഞു പോകരുത്. പാവപ്പെട്ടവന്റെ ഭക്ഷണമാണ്. അതിനുള്ള ഒരു കൗണ്ടർ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 100 രൂപയാണ്.
ഒരു ആൾക്കുള്ള ഫിത്തറിന്റെ ചെലവായി കണക്കാക്കുന്നത്. പള്ളി കമ്മിറ്റി അത് ഞായറാഴ്ച വാങ്ങിച്ച് തിങ്കളാഴ്ച വിതരണം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പരമാവധി ആളുകൾ ഇവിടെ കൊടുക്കാൻ കഴിയുന്നവർ ഇവിടെ കൊടുക്കുക, അല്ലെങ്കിൽ നാട്ടിൽ കൊടുക്കേണ്ടവർ നാട്ടിൽ കൊടുക്കുക. എവിടെയാണെങ്കിലും അത് കൊടുത്തിരിക്കണം. കാരണം എന്താണ് ഫിത്തർ എന്ന ചോദ്യത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി കഫാറത്തുൽ ലിസ്വായിം എന്നാണ്. നോമ്പുകാരന്റെ നോമ്പിൽ വന്ന അബദ്ധങ്ങൾക്കും വീഴ്ചകൾക്കുമുള്ള പ്രായശ്ചിത്തമാണത്. ആ ഫിത്തറിലൂടെയാണ് ആ പ്രായശ്ചിത്തം നിറവേറ്റപ്പെടുക, ആ വീഴ്ചകൾ ഇല്ലാതെയാവുക. അപ്പൊ അതെല്ലാവരും കൊടുത്തുകൊണ്ടിരിക്കണം. ആരാണ് കൊടുക്കേണ്ടത് എന്ന ചോദ്യത്തിന് പെരുന്നാൾ ദിവസം പെരുന്നാൾ ഭക്ഷണം കഴിക്കാൻ ആരുടെയൊക്കെ വീട്ടിൽ ഭക്ഷണമുണ്ടോ അവരൊക്കെയും കൊടുക്കണം എന്നാണ്. അപ്പൊ നമ്മളെല്ലാവരും കൊടുക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അന്ന് രാവിലെ ജനിച്ചു വീണ കുട്ടിയാണെങ്കിൽ പോലും അതിന് പോലും കൊടുക്കണം. അത് പിന്നെ ഈദ്ഗാഹിലേക്ക് വരുന്നതിന് മുമ്പ്, നമസ്കരിക്കുന്നതിന് മുമ്പ് കൊടുത്തു തീർക്കുകയും വേണം. അപ്പൊ ആ പൈസ അവിടെ പോകുമ്പോ ഇപ്പൊ തന്നെ കൊടുത്താൽ അതവിടെ ഗുണപ്രദമായി ഉപകാരപ്രദമായി വിതരണം ചെയ്യും. രണ്ടാമത് പിന്നെ തുഴമത്തുള്ളിൽ മസാക്കീൻ, ഇവിടുത്തെ പാവപ്പെട്ടവന്റെ ഭക്ഷണമാണത് എന്നുകൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ നോമ്പെടുക്കുന്നു, ഞാൻ അതിന് ഫിത്തറിന് പൈസ കൊടുക്കുന്നു, ഞാൻ തന്നെ അത് വാങ്ങുന്നു, ഞാൻ തന്നെ തിന്നുന്നു എന്ന ഒരു സ്വഭാവം പരമാവധി ഒഴിവാക്കണം. കാരണം ഒന്ന്, ഞാൻ മിസ്കീനല്ല എന്ന് എനിക്കറിയാം. എന്റെ കാര്യം ഞാൻ പറയണട്ടോ, ഞാൻ മിസ്കീനല്ല എന്ന് എനിക്കറിയാം. മിസ്കീന്റെ ഭക്ഷണമാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ തന്നെ വാങ്ങിക്കഴിക്കുക എന്നത് എത്രമാത്രം ശരിയാണ് എന്ന് നോക്കുക. രണ്ടാമത്തത് കഫാറത്തുൽ ലിസ്വായിം, എന്റെ നോമ്പിൽ വന്ന വീഴ്ചകൾക്ക് ഞാൻ പ്രായശ്ചിത്തം ചെയ്യുന്നു, ആ പ്രായശ്ചിത്തം ഞാൻ തന്നെ വാങ്ങി ഭക്ഷിക്കുകയും ചെയ്യുന്നു എന്നതും ശരിയായ ഒരു നടപടിയല്ല, ഹറാമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല. അപ്പൊ പരമാവധി ആളുകൾ അത് ഞങ്ങൾക്ക് വേണ്ട, പാവപ്പെട്ടവർക്ക് ആർക്കാന്ന് വെച്ചാൽ കൊടുത്തോളി എന്നുകൂടെ പറയാൻ നമ്മൾ സന്നദ്ധരാവേണ്ടതുണ്ട്. അങ്ങനെ ഒരു ശരിയായ ഇസ്ലാമിക ക്രമം ആ വിഷയത്തിൽ പാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ അതിന് വാങ്ങുന്നത് 100 രൂപയാണ്. ഇവിടെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ അത് നൽകുക. മൂന്നാമത് നമുക്ക് ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ വാർഷിക സക്കാത്ത് പിന്നെ ശേഖരിക്കുന്ന മാസമാണ് പിന്നെ റമളാൻ. അപ്പൊ ആരുടെയെങ്കിലും സക്കാത്തിന്റെ വിഹിതം ബാക്കി വന്നിട്ട് കൊടുക്കാതെ പോയിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവർ സൂക്ഷിക്കണം. നമുക്ക് മരണപ്പെടണം. ആ നഷ്ടപ്പെട്ട വീഴ്ച വന്ന സക്കാത്തിന്റെ പേരിൽ നമ്മുടെ പരലോക വിജയം തടയപ്പെടരുത്, സ്വർഗപ്രവേശനം തടയപ്പെടരുത്. കഴിഞ്ഞ വർഷം ഇവിടെ കിട്ടിയ സക്കാത്തിന്റെയും അത് വിതരണം ചെയ്തതിന്റെ രീതിയുടെയും ഒക്കെ വിശദാംശങ്ങൾ ഇൻഷാ അല്ലാഹ് ജുമുഅക്ക് ശേഷമുള്ള ക്ലാസ്സിൽ നിങ്ങളെ അറിയിക്കും. അപ്പൊ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. 7 മണിയാണ് നമ്മുടെ ഈദ്ഗാഹ്. അതിനു മുമ്പേ ഫിത്തറുമായി ബന്ധപ്പെട്ട ഫിത്തർ സക്കാത്തിന്റെ നടപടികൾ പൂർത്തീകരിക്കണം, സക്കാത്തിന്റെ നടപടികളും പൂർത്തീകരിക്കണം. അള്ളാഹു നമുക്ക് എല്ലാ സുന്നത്തുകളെയും അള്ളാഹുവിന്റെ എല്ലാ വിധിവിലക്കുകളെയും ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി പാലിച്ചുകൊണ്ട് ദീർഘകാലം ജീവിക്കാൻ, ഈമാനോടെ തഖ്വയോടെ തൗഹീദോടെ ഇഖ്ലാസോടെ ജീവിക്കാൻ, അമൽ സാലിഹാത്തുകളിൽ മുഴുകി ഇബാദത്തുകളിൽ മുഴുകി ജീവിക്കാൻ, തഖ്വയോടെ തൗബയോടെ കലിമ ചൊല്ലി അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്ന സമയത്ത് ദുനിയാവിനോട് വിട പറയാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ മരണപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾ ഒന്നൊഴിയാതെ നമ്മുടെ കൂടെ ഒരു ബോണ്ടായി, ഒരു ഡെപ്പോസിറ്റായി നാളെ പരലോകത്തേക്ക് കൊണ്ടുപോകാനുള്ള തൗഫീഖ് നൽകപ്പെടുന്നവരിൽ റബ്ബ് നമ്മളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നോമ്പുൾപ്പെടെ സക്കാത്ത്, സ്വതക്ക, മറ്റാരാധനകൾ, പ്രാർത്ഥനകൾ, ഖുർആൻ പാരായണകൾ, മറ്റു നന്മകൾ, സ്വതക്കകൾ എല്ലാം അല്ലാഹുവേ റബ്ബുൽ ഇസ്സത്തായ നാഥ ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണമേ റഹ്മാനെ. ജീവിതത്തിൽ ഞങ്ങൾ ചെയ്ത ഏറ്റവും നല്ല ഖൈറാത്തുകളായി അവയെ സ്വീകരിക്കുകയും അവയുടെ പിൻബലത്തിൽ ഞങ്ങൾക്ക് നീ ജന്നാത്തുൽ ഫിർദൗസ് നൽകുകയും ചെയ്യണമേ റഹ്മാനെ. നോമ്പിൽ ഞങ്ങൾ നേടിയെടുത്ത ഈ ഈമാനും തഖ്വയും എപ്പോൾ എവിടെ വെച്ച് മരണപ്പെടുന്നുവോ അത്രയും കാലം നിലനിർത്തി കൊണ്ടുപോകാനുള്ള തൗഫീഖ് നൽകണമേ റഹ്മാനെ. ഇതിൽ നിന്നൊരു പിന്തിരിഞ്ഞു പോക്കില്ലാതെ പിശാചിനെ ഇപ്പോൾ അകറ്റി നിർത്തിയതുപോലെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം അന്ത്യനിമിഷം വരെ അകറ്റി നിർത്താനുള്ള തൗഫീഖും കരുത്തും ഈ നോമ്പും അതുമായി ബന്ധപ്പെട്ട ഇബാദത്തുകളിൽ നിന്ന് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഈ റമദാൻ മാസത്തിൽ
ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് രോഗം കൊണ്ട് വലയുന്ന ചെറുതും വലുതുമായ എല്ലാ രോഗികൾക്കും ശിഫ നൽകണമേ റഹ്മാനെ. മരണപ്പെട്ടു പോയ സത്യവിശ്വാസികളായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ റഹ്മാനെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അത്യുന്നതങ്ങളിൽ അവരെയും ഞങ്ങളെയും ഒരുമിപ്പിക്കണമേ റഹ്മാനെ. ഈ സമുദായം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നേരിടുന്ന അപമാനങ്ങളെ, ഭീഷണികളെ, ജീവഭയത്തെ, ബഹിഷ്കരണങ്ങളെ, ക്രൂരതകളെ റഹ്മാനെ ഈ സമുദായത്തിൽ നിന്ന് അകറ്റി നിർത്തേണമേ നാഥ. സമുദായം നേരിടുന്ന വെല്ലുവിളികൾ ആരിൽ നിന്നാണെങ്കിലും ആ വെല്ലുവിളികളിൽ നിന്ന് സമുദായത്തെ രക്ഷിക്കുകയും സമുദായത്തിന്റെ ഇസ്സത്ത് മറ്റെല്ലാത്തിനും മുകളിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്യണമേ റഹ്മാനെ. കഷ്ടപ്പെടുന്ന, വിഷമിക്കുന്ന, ദരിദ്രരായ, നിലവിളിക്കുന്ന ഫിലസ്തീനിലെ കുഞ്ഞുമക്കൾക്ക്, അവിടുത്തെ സഹോദരിമാർക്ക്, നട്ടം തിരിയുന്ന അവിടുത്തെ വൃദ്ധന്മാർക്ക് റഹ്മാനായ റബ്ബെ അവരുടെ നിലവിളിക്ക് കാരണക്കാരായ യഹൂദികളെ, ഇസ്ലാമിന്റെ എക്കാലത്തെയും ശത്രുക്കളെ നീ പാഠം പഠിപ്പിക്കണമേ റഹ്മാനെ. ഇന്ത്യാരാജ്യത്ത് ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണമേ റഹ്മാനെ. അടുത്ത ഒരു കാലത്ത് ഒരു സമുദായ സ്നേഹിയായ, പ്രജാക്ഷേമ തൽപരരായ ഒരു ഭരണകൂടത്തെ ഇവിടെ പ്രതിഷ്ഠിക്കണമേ റഹ്മാനെ. പൗരന്മാരോട് സ്നേഹവും പൗരന്മാരുടെ കാര്യത്തിൽ പ്രതിപത്തിയും രാജ്യത്തിന്റെ ഐക്യവും സംരക്ഷിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു ഭരണ സംവിധാനത്തെ ഇപ്പോഴുള്ള ഭരണ സംവിധാനത്തിന് പകരമായി പ്രതിഷ്ഠിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, കഷ്ടപ്പെടുന്ന ഓരോരുത്തരുടെയും കഷ്ടപ്പാടുകൾക്ക് പരിഹാരം നിർദ്ദേശിച്ച് നൽകണമേ റഹ്മാനെ. നീയല്ലാതെ ഞങ്ങൾക്കൊരു രക്ഷയില്ല, നിന്നോടല്ലാതെ ഞങ്ങൾക്ക് പറയാനില്ല, നിന്നിൽ നിന്നല്ലാതെ ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല റഹ്മാനെ. ഈ സമുദായത്തിന്റെ കരഞ്ഞു കരങ്ങിയ കണ്ണുകളും വിറകൊള്ളുന്ന കൈത്തടങ്ങളും നിന്നിലേക്ക് ഉയരുന്നത് നിന്നിലുള്ള പ്രതീക്ഷ നിലനിർത്തും, നീ അത് നിറവേറ്റുമെന്ന പ്രതീക്ഷ കൊണ്ടാണ്. റബ്ബെ, ആദിനെ തകർത്ത, സമൂദിനെ തകർത്ത, അബ്രഹത്തിനെ തകർത്ത, നമ്രൂദിനെ തകർത്ത, ഫറോവയുടെ ധാർഷ്ട്യത്തെ തകർത്തെറിഞ്ഞവനാണ് നീ. ഈ സമുദായത്തെ നിന്റെ കൈകളിലാണുള്ളത്. ഈ സമുദായത്തിന്റെ രക്ഷ നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ നാഥ. അല്ലാഹുവേ, ദീനും ദുനിയാവും ആഖിറവും ജീവിതവും മരണവും മരണാനന്തര ജീവിതവും ഈ സമുദായത്തിന് ഖൈറും ബർക്കത്തും റാഹത്തും സലാമത്തും നിറഞ്ഞതാക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഇനിയും ഒരുപാട് കാലം നിനക്ക് ഇബാദത്തെടുത്തുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്തി വയാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്റിനാ വഅജ്ർ വാലിദീനാ വഅഗ്നിനാ മിനൻ നാർ. اللهم أحينا مسلمين وأمتنا مسلمين والحقنا بالصالحين. اللهم أطول عمرنا وحسن عملنا وحسن عاقبة أمرنا يا رب العالمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم لا تسلط علينا من لا يرحمنا ولا تسلط علينا عدوا ولا حاسدا. اللهم قاتل الكفرة اليهود أعداءك وأعداء دينك وأعداء الإسلام والمسلمين. اللهم دمرهم، اللهم اهزمهم، اللهم مزقهم كل ممزق يا عزيز يا جبار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. توفنا مسلمين وألحقنا بالصالحين وصلى الله وسلم على محمد.